ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ അന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻസി സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ എന്തായതെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ, ഇത് മീനുകളിങ്ങനെ ഉടനണ്ടിട്ട് അപ്പോൾ കിട്ടുന്ന ഇത് കാത്തിക്കുകയാണ് കേട്ടോ. എപ്പോഴും ഇല്ല തന്നെയാണ് ഓള്. പിന്നെ ചില സമയം അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ചിലപ്പോൾ അടുത്തിങ്ങനെ വന്ന് കുറേ നോക്കി അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ആരെ പ്രഗ്നൻസി പറയുന്നത് വെച്ചാൽ നമ്മൾ ഐശുവിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുണ്ടായില്ല, പിന്നെ രണ്ടാമത്തെ കൊണ്ടിട്ടപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പ്രസവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും പിന്നെ വീഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ പിന്നെ ഹോസ്പിറ്റലിൽ പോയിക്കണതും അതൊക്കെ അങ്ങനത്തെ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐശുവിൻ്റെ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ പറയാമെന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണ്ടല്ലേ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോൾ ഞാൻ വോയിസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തോ മോള് പ്രസവം കഴിഞ്ഞ മാതിരിക്ക് തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമവും കാര്യങ്ങളും അങ്ങനത്തേക്കായിരുന്നു. അപ്പോൾ ഫസ്റ്റൊക്കെ ഉണ്ടല്ലോ ഈ പെട്ടി ഇങ്ങനെ പുറത്തിങ്ങനെ വെച്ചിരിക്കുന്നു കേട്ടോ. ഈ മുകളിലത്തെ അടുപ്പൊന്നും ഉണ്ടായില്ല, ഇങ്ങനെ വെച്ചെടുത്തിരിക്കുന്നു. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും അവൾ പെട്ടിക്ക് കിടക്കൂല, പെട്ടിക്കാക്കും പിന്നെയും ചാടും, പെട്ടിക്കാക്കും പിന്നെയും ചാടും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇർട്ടും കാര്യങ്ങളൊക്കെ വേണത്രേ. അപ്പോഴാണ് ഉമ്മ ഒന്ന് പറയുന്നത് നല്ല ഇർട്ടും കാര്യങ്ങളൊക്കെ വേണം, അപ്പോൾ പ്രസവിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ. അവൾ ഭയങ്കര വേദന വരുമ്പോൾ നിലത്ത് കിടക്കും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ മനുഷ്യന്മാരുണ്ടല്ലോ പെണ്ണുങ്ങൾ അങ്ങനെ മുക്കും പോലെ ഒന്ന് മുക്കും കേട്ടോ. പിന്നെയും നീച്ചും പിന്നെയും മുക്കും അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയതിൻ്റെ അടപ്പ് ഇങ്ങനത്തെ ഉണ്ടായിട്ടോ, സ്റ്റോക്കാക്കി വെച്ചിരുന്നു. ഇങ്ങനത്തെ ആവശ്യം വരികയെന്ന് വെച്ചെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെടുത്തോടുന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അവളൊന്ന് കയറി പ്രസവിച്ച് കേട്ടോ. അപ്പോൾ പിന്നെ എന്നിട്ട് അവൾക്കൊരു പേടി, ഞാൻ അവിടെ നിന്ന് എണീച്ച് പോവുമോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായി കേട്ടോ. പിന്നെയും വന്ന് നോക്കും, പിന്നെയും കിടക്കും, പിന്നെയും വന്ന് നോക്കും. പിന്നെ ഞാൻ അവസാനം കൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടോ. അവളിങ്ങനെ കൈ ഇങ്ങനെ പെട്ടിൻ്റെ ഉള്ളിലാക്കി കുറച്ച് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടോ. എന്നിട്ടാണ് അവളൊന്ന് അടങ്ങി കിടന്നത്. മറ്റേ മുഖത്ത് കോക്കുക നൂലൊഴിച്ച് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് അവളെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടോ 4 കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നല്ല ചോരിയും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. പേപ്പർ മാറ്റിയെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒട്ടും അയക്കണില്ല കേട്ടോ. അപ്പോൾ 4 കഴിഞ്ഞ് അവളതൊക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഫസ്റ്റ് തന്നെ വന്നത് ഈ കറുപ്പാണ് കേട്ടോ. കറുപ്പല്ല, ഇത് വീഡിയോയിൽ കാണുമ്പോൾ കറുപ്പ് കളറായിട്ടാണ് തോന്നുന്നത്. ഇതൊരു ഗ്രേ കളറാണ് കേട്ടോ. അപ്പോൾ 2 കറുപ്പും 2 വെയിറ്റുമാണ് എന്നുള്ളത്. പിന്നെ ഒരു തലമൊക്കെ ഒരു കറുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊടുന്നിട്ട പൂച്ചിൻ്റെ കളറ് ഒരു ഗ്രേ കളറും ചുമപ്പല്ല ഒരു മെറൂണൊക്കെ കൂടിയിട്ടുള്ളതിനു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 4 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇഞ്ഞുണ്ട്, വയറൊക്കെ കണ്ടപ്പോൾ ഇഞ്ഞുണ്ട്, 1 2 ഒക്കെ ഇഞ്ഞുണ്ട് ഇതൊക്കെ തോന്നി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ 4 ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ആയത്. പിന്നെ ഇഞ്ഞുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഞാൻ രാവിലെ നമ്മൾ നോമ്പ് പെലച്ചൊക്കെ ഈച്ചല്ലോ ആ സമയത്താണ് കേട്ടോ. അവൾ ഭയങ്കര കരച്ചിലിനി. നമ്മൾ പിന്നെ മനുഷ്യന്മാരെയൊക്കെ ആണെങ്കിൽ ഒപ്പം അത്രയും ആൾക്കാരുണ്ടാവും അല്ലേ, അവരെ നോക്കാനും സമാധാനിപ്പിക്കാനും എല്ലാത്തിനായിട്ട് എത്രങ്ങാനും ആൾക്കാരെ ഉണ്ടാവും അല്ലേ ഒപ്പം ഉണ്ടാവുക. ഉമ്മയും ഉപ്പയും അതേമാതിരിക്ക് എല്ലാവരും ഉണ്ടാവും അല്ലേ, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. എനിക്കുണ്ടല്ലോ ഭയങ്കര വിഷമേനു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ വിഷമേനു. പിന്നെ അവളെ വയറൊക്കെ ഭയങ്കര വലിപ്പേനു കേട്ടോ ഉണ്ടായിന്. അപ്പോൾ ഞാനൊരു 5 6 പ്രതീക്ഷിച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങേറേനു കേട്ടോ. അപ്പോൾ അങ്ങനെയും നമ്മൾ കൊണ്ടെടുക്കണതല്ലേ, അതുകൊണ്ടാണ് നമ്മളെ മക്കളെ പോലെ കൊണ്ടെടുക്കണതേനു കേട്ടോ. മുഖത്ത് നോക്കി ഇങ്ങനെ അവൾ ഭയങ്കര കരച്ചിലേനു. അത് കാണുമ്പോൾ ഞാൻ കരഞ്ഞു പോകും, അത്രയ്ക്ക് അങ്ങനെയേനു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ പെലച്ചക്ക് ഈച്ചപ്പോഴാണ് ആയത്. രാത്രിയാവോ എനിക്ക് ഉറക്കന്നെ ഉണ്ടായില്ല, രാത്രിയാവോ അവൾ എന്താ ചെയ്യുക, രാത്രിയാവും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒക്കെയേനു കേട്ടോ. പിന്നെ വിചാരിച്ച് പേപ്പറൊക്കെ പിന്നെ 4 പ്രസവം കഴിഞ്ഞ് പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ വരെയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പേപ്പറൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള പുറത്തേക്ക് ഇറക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ പേപ്പറൊക്കെ മാറ്റി 4 കുഞ്ഞുങ്ങളിൽ വെച്ച് ഓളയോടെ വെച്ചിട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ കുളിപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിറ്റേ ദിവസമേ കുളിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഇനി ഉണ്ടോ പ്രസവം ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒക്കെ എങ്ങനെ ആയാലും പുറത്തേക്ക് പോരണം. അവിടെ നോക്കുക വലിയൊരു പിടുത്തം കിട്ടിയില്ല കേട്ടോ. പുറത്തേക്ക് പോരണം, അവിടെ അടുക്കളൻ്റെ അവിടെ എപ്പോഴും ഇങ്ങനെ ഒന്ന് കിടക്കണമല്ലേ, എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി കിടക്കും കേട്ടോ. അപ്പോൾ അവിടേക്ക് വരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് കുഞ്ഞുങ്ങളൊന്ന് നോക്കും, പിന്നെ വരിക അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ അടുക്കളൻ്റെ ചോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ അവിടെയാണ് ഉള്ളു കിടക്കുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും കാണും ചെയ്യുക, അവൾക്ക് വെളിച്ചം കാണുക, കുഞ്ഞുങ്ങളെയും നോക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ഐശു നമ്മൾ പിന്നെ നിന്നികൾ കരയുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഒന്ന് പള്ളിയൊക്കെ പിന്നെയും വേണ്ട മേലേക്ക് കേട്ടോ. അപ്പോൾ മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അവർക്ക് പറയാൻ അറിയില്ല എന്നുള്ളൂ കേട്ടോ. നല്ല സ്നേഹമാണ്, നല്ല മനസ്സിലാവും ചെയ്യും.
അപ്പോൾ മോനുണ്ടല്ലോ അടുത്ത് വന്ന് ഇങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കണം കേട്ടോ. അപ്പോൾ അവൾ അതിനനുസരിച്ച് കൈയൊക്കെ വെച്ചിട്ട് നല്ല കൂട്ടി പിടിച്ചിരിക്കും. അതേമാതിരി തന്നെ ഒന്നുകൂടി നീങ്ങി കിടക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവർ ഇപ്പം തന്നെ കച്ചറിയാണ് കേട്ടോ, ഓരോ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഉന്തും തള്ളും അങ്ങനെയൊക്കെ കച്ചറിയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കാൻ. നമ്മളെ പണിയൊന്നും നടക്കില്ല, അങ്ങനെ കണ്ടിരുന്ന് പോകും കേട്ടോ. നമുക്ക് നേരം വെളുത്താൽ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക, അങ്ങനെ ഓരോ കാട്ടണം നോക്കിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്താലോ ഒക്കെ ഒരു പ്രശ്നമല്ല. കുഞ്ഞുങ്ങളെടുത്താലോ അവരെ മാറ്റി വെച്ചാലോ അതൊന്നൊരു പ്രശ്നമില്ല കേട്ടോ. അവരാരെങ്കിലും വന്നിട്ട് എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ നോക്കിയത് ആക്കുകയോ ചെയ്ത് അപ്പോൾ കൂട്ടി പിടിച്ചിട്ടുണ്ട് വെക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വയറിങ്ങനെ പിടിച്ച് നോക്കുക, ഇനി ഉണ്ടായിച്ചോ, ഇനി വരുമോ, ഇനി വരാമെന്നൊക്കെ ചോദിച്ചിങ്ങനെ പിടിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ 4 തന്നെയുള്ളൂ. കണ്ണൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഒരാഴ്ചയായി പ്രസവം കഴിഞ്ഞിട്ട്, ബുധനാഴ്ച ആയിരുന്നു. ഒരാഴ്ച ആയിട്ടോ, 2 ആഴ്ച പോയി കഴിയുമ്പോഴാണ് കണ്ണ് കയറുക കൊള്ളുമെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവളങ്ങനെ തൊട്ട് ഒഴിഞ്ഞതേ അനൂസേ അങ്ങനെ ഒഴിഞ്ഞു ഇതാക്കി കൊടുക്കണം, അവൾക്ക് കീറേനെ കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൈ തട്ടി മാറ്റിയാണ് അവൾ കുഞ്ഞുങ്ങളെടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ തട്ടി മാറ്റിയാണ് കേട്ടോ. ഉണ്ടോ ഒന്നുകൂടിയും കൂട്ടി ചിരിക്കണം. നല്ല രസമാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അവൾ പിന്നെ വലിയ ഒരു ഇതായോ അങ്ങനെയൊക്കെ തോന്നിപ്പോവും. എനിക്കെപ്പോഴും കുഞ്ഞുങ്ങൾ മാറിക്കാണ് കേട്ടോ അവൾ. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായപ്പോഴേ അവൾ ഇത്രത്തോളം ഒക്കെ ആയോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളെ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ നോക്കി നടന്ന് പിന്നെ അനുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാണ് കേട്ടോ. അങ്ങനെ വളർത്തി ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇതാ 4 കുഞ്ഞുങ്ങളും നല്ല സുഖമായിട്ട് ഇതിൻ്റെ ചോട്ടിലാണ് കിടക്കുന്നത്. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോട്ടിലാണുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിലേ ഒരു കയറുക മാറിയ കണ്ണ് കണ്ടില്ലെങ്കിലും കയറുക മാറിയ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരാൾ കുടിക്കുകയാണെങ്കിൽ തള്ളി മാറ്റിയിട്ട് അപ്പോൾ ഒന്ന് കുടിക്കാൻ വരും കേട്ടോ. അപ്പോൾ അവർ ഇതൊക്കെയാണ് തലമുറ കൂടെ കയറുന്നുണ്ടോ. അവൾ എല്ലാവരും എടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പിടിച്ചിങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും പ്രഗ്നൻസി സ്റ്റോറി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്നും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഐഷുവിനോട് പറയാം എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയൊക്കെ ഇടും ഞാൻ എന്നൊക്കെ പറയാൻ കേട്ടപ്പോൾ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അവരെന്നെ നല്ലോന്നാക്കി തോത്തി അങ്ങനെയൊക്കെ ശരിയാക്കും കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച് നാടൻ പൂച്ചകളെ പാരത് അങ്ങനെ ഇതാക്കണേ അങ്ങനെയൊക്കെ ഇല്ലല്ലോ, അവർ പ്രസവിക്കണത് വരുന്നത് ഇതൊക്കെ തന്നെയല്ലേ, അപ്പോൾ ഇത്ര വലിയതെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ അവരെത്ര ഇവർ ഇങ്ങനെ ചെയ്തെടുക്കൂല കേട്ടോ. 1 2 ഒക്കെ അവർ പിന്നെ നക്കി തോത്തി അങ്ങനെയൊക്കെ ക്ലിയർ ആക്കും. പക്ഷെ 3ാമത്തെ അവർ ടയർഡായിട്ടുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ബാക്ക് ഭാഗമൊക്കെ നക്കി നേരാക്കിയൊക്കെ വരുമ്പോഴേക്കിനും അവർ ശ്വാസം മുട്ടി ചത്തു കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ശരിയാവുകയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോ കുട്ടികൾ ചിമ്മിനിൻ്റെ തൊട്ടൊക്കെ കടുക്കുകയാണ് കേട്ടോ. അവളിങ്ങനെ 4 വയ്ക്കും ഞങ്ങളൊപ്പം ഡ്രസ്സ് ഇട്ട് നോക്കണതും പെരുന്നാൾ ഡ്രസ്സ് നോക്കണമൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവൾ ആ പ്രസവ സമയത്തുണ്ടല്ലോ നമ്മൾ മുതുകൊക്കെ ഇങ്ങനെ കരയും കേട്ടോ. അങ്ങനെ കരയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ചെറുതായിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഓവറായിട്ട് എടുത്തിട്ടില്ല. പ്രസവത്തിൻ്റെ സമയത്തുള്ള വീഡിയോ ഒന്നും ഓവറായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ മനസ്സുമാരിക്ക് തന്നെയാണ്. നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ കരയും ചെയ്യും, അമ്മമാർക്ക് തന്നെ വേദനയാവും കേട്ടോ. ഭയങ്കര വേദനയാണ്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂളി അങ്ങനെയൊക്കെ കരയതൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ ആദ്യം വന്നിട്ടുണ്ട്. പിന്നെ 2 വന്ന് വൈറ്റ് കളറാണ് കേട്ടോ. ആദ്യം 2 ബ്ലാക്ക് വന്ന്. അപ്പോൾ അതാണ്. അപ്പോൾ അവർക്ക് നല്ല വേദന വിഷമം എല്ലാവർക്കും ഉണ്ട് അല്ലേ, മനുഷ്യന്മാരുമാരിക്ക് തന്നെ. അവർ പിന്നെ കൂട്ടിനും ഇതിനൊന്നും ആളത്ര ഇല്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ പെരുന്നാൾ തലേന്നല്ലേ, അപ്പോൾ മക്കളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കിട്ടെന്ന് വിചാരിച്ച് മേലെ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവരെ പെസവും കാര്യങ്ങളൊക്കെ അതിൻ്റെ നല്ല ഒരാഴ്ച ആയിരുന്നുള്ളത്. അപ്പോൾ അവരെ ഞങ്ങളൊപ്പം നടക്കും. പിന്നെ കുട്ടിക്ക് പാലെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു താഴെ ഉണ്ട് കേട്ടോ, നമ്മൾ ചെയ്യുന്നതാക്കണതും ഒക്കെ. നമ്മളെവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അവർക്ക് മനസ്സിലാവും കേട്ടോ. ഡ്രസ്സ് മാറുന്നതും പോകാൻ ഒരുങ്ങണതും ഒക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വളരെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തുക്കണുണ്ടപ്പോൾ പോകാനാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ മക്കളുടെ ഡ്രസ്സും ഇതൊക്കെ ഒതുക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് മോനൊക്കെ ഡ്രസ്സ് എടുത്തിന്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇടാനൊക്കെ ഉള്ളതാണ്, അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ അതേമാതിരിക്ക് തന്നെ
കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടില്ല. അത് ഉപ്പാക്ക് വേണ്ടിയിട്ട് എടുത്താണ്. ഉപ്പാക്ക് നമ്മൾ പെരുന്നാൾക്ക് പോകുമല്ലോ, അപ്പോൾ വീട്ടിൽ ഉപ്പാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത ഷർട്ടും തുണിയാണ് കേട്ടോ. പിന്നെ ഉമ്മാക്കും മാക്സി ഷാളും അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഉമ്മാക്കും അവിടുത്തെ എല്ലാവർക്കും ഷാളും മാക്സിയൊക്കെ എടുത്തിട്ടുണ്ട്. പർദ്ദ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ മാക്സിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. Thank you.